യേശു കർത്താവിൻ്റെ ഉപദേശം കേട്ടിട്ട് പലരും കഠിനവാക്കെന്ന് പറഞ്ഞ് എല്ലാവരും വിട്ടുപോയി. അപ്പോഴാണ് പിന്നെ എല്ലാവരും വിട്ടുപോയപ്പോൾ പിന്നെ എത്ര പേരുണ്ടായിരുന്നു? ശിഷ്യന്മാർ 12 പേര് മാത്രം ഉണ്ടായിരുന്നു. യേശു കർത്താവ് നിങ്ങളും കഷ്ടപ്പെട്ട് എൻ്റെ കൂടെ നിൽക്കേണ്ട, നിങ്ങൾക്കും പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ വേഗം പത്രോസ് പറഞ്ഞു, നിത്യജീവൻ്റെ മൊഴി നിന്നിലിരിക്കുമ്പോൾ നിന്നെ വിട്ട് ഞങ്ങൾ എവിടേക്ക് പോകും? യേശു കർത്താവ് പറയുന്നത് മുഴുവനും ലോകത്തിൻ്റെ മൊഴികളല്ല, നിത്യജീവൻ്റെ മൊഴി. അത് മനസ്സിലാക്കിയ ആമേൻ പത്രോസ് പറയുകയാണ്, നിത്യജീവന്റെ മൊഴി നിന്നിലുണ്ടാവും. കർത്താവിൻ്റെ മൊഴി മുഴുവൻ നിത്യജീവനാണ്. കർത്താവ് എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അതുകൊണ്ട് പറയേണ്ട യുദ്ധങ്ങളും സ്തുതികളെ കുറിച്ച് നിങ്ങൾ കേൾക്കുമ്പോൾ ചഞ്ചലിക്കും, അത് വരേണ്ട സംഭവമാണ്. കാരണം കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, അവനെ മരണമില്ലെന്ന് ഞാൻ വ്യക്തമായി ഓർപ്പിക്കട്ടെ. യേശു ക്രിസ്തു മരിച്ചു കല്ലറയിൽ 3 ദിവസം കടന്നു ചെയ്തു. മൂന്നാമത്തെ ദിവസം യേശു ചെയ്തു ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കും. നമുക്ക് എല്ലാവർക്കും അറിയുന്നതും സുപരിതമാകും.